കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗം എക്കാലത്തും വലിയ മത്സരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വേദിയായിട്ടുണ്ട്. എന്നാൽ അടുത്തിടെ 24 ന്യൂസ് ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ വാർത്താ അവതാരകനുമായ ശ്രീകണ്ഠൻ നായരും റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാറും ഒരു ചായക്കപ്പിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചത് തികച്ചും അപ്രതീക്ഷിതമായാണ്. ഒരു കപ്പ് ചായ കുടിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം വെറും ഒരു വ്യക്തിപരമായ സംഭാഷണമല്ല, മറിച്ച് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെയും മതേതര ബോധത്തെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. റമദാൻ വ്രതക്കാലം ആരംഭിച്ചതോടെ ഈ വിവാദത്തിന് ആസ്പദമായ സംഭവം അരങ്ങേറുന്നത്. 24 ന്യൂസിന്റെ ജനപ്രിയ പരിപാടിയായ മോർണിംഗ് ഷോയിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നതിനിടയിൽ ശ്രീകണ്ഠൻ നായർ പതിവ് പോലെ ചായ കുടിക്കാറുണ്ടായിരുന്നു. എന്നാൽ യൂട്യൂബ് ലൈവിനിടെ ഒരു പ്രേക്ഷകൻ നൽകിയ കമന്റ് കാര്യങ്ങളെ മാറ്റിമറിച്ചു. റമദാൻ നോമ്പ് നടക്കുകയാണ്, ഈ സമയത്ത് തത്സമയ പരിപാടിക്കിടെ ചായ കുടിക്കുന്നത് വിശ്വാസികളെ വേദനിപ്പിക്കും, അത് ഒഴിവാക്കി കൂടെ എന്നതായിരുന്നു ആ കമന്റിന്റെ ചുരുക്കം. ഈ കമന്റ് തത്സമയം വായിച്ച ശ്രീകണ്ഠൻ നായർ ഉടൻ തന്നെ അതിനോട് പ്രതികരിച്ചു. പ്രവാസികളുടെ വികാരം മാനിക്കുന്നുവെന്നും താൻ ചായ കുടിക്കുന്നത് ഒഴിവാക്കുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നീട് വന്ന പരിപാടികളിൽ അദ്ദേഹം ചായക്കപ്പ് ഇല്ലാതെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ജനകീയമായ ഒരു തീരുമാനം എടുത്തു എന്ന് അദ്ദേഹം കരുതിയെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ മറിച്ചായിരുന്നു. ശ്രീകണ്ഠൻ നായരുടെ ഈ നീക്കത്തെ കേരളത്തിലെ ഹിന്ദുത്വവാദികൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആയുധമാക്കി. കേരളത്തിലെ ഒരു അമുസ്ലിമിന് സ്വന്തം ഇഷ്ടപ്രകാരം ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും റമദാൻ കാലത്ത് മറ്റു മതസ്ഥർക്കുമേൽ ഇസ്ലാം മതം അടിച്ചേൽപ്പിക്കപ്പെടുകയാണെന്നും അവർ പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഒരു സാധാരണ പ്രേക്ഷകനിട്ട കമന്റിനെ ശ്രീകണ്ഠൻ നായർ ഗൗരവകരമായി എടുത്ത് സംഘപരിവാർ അജണ്ടകൾക്ക് വളമായി മാറി എന്നതായിരുന്നു പ്രധാന വിമർശനം. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തികൾ തന്നെ ശ്രീകണ്ഠൻ നായർക്കെതിരെ രംഗത്തെത്തി. നോമ്പ് എന്നത് വിശ്വാസിക്ക് മാത്രം ബാധകമായ ഒന്നാണ്. മറ്റൊരാൾ ഭക്ഷണം കഴിക്കുന്നതോ ചായ കുടിക്കുന്നതോ നോമ്പ് പിടിക്കുന്നതോ ബാധിക്കുന്ന കാര്യമല്ല. അനാവശ്യമായ ഇത്തരം വിട്ടുവീഴ്ചകൾ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാനേ സഹായിക്കൂ എന്നായിരുന്നു അവരുടെ നിലപാട്. ശ്രീകണ്ഠൻ നായരുടെ നടപടികൾ ജാഗ്രത കുറവുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഈ വിവാദങ്ങൾക്കിടയിലാണ് റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ തന്റെ മോർണിംഗ് ഷോയിൽ വ്യത്യസ്തമായ ഒരു നിലപാടുമായി എത്തുന്നത്. അദ്ദേഹത്തോടും ചായക്കപ്പ് മാറ്റിക്കൂടെ എന്ന് ഒരു പ്രേക്ഷകൻ ചോദിച്ചപ്പോൾ നോമ്പിന്റെ യഥാർത്ഥ തത്വം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത്. റമദാൻ വ്രതത്തെക്കുറിച്ച് ലോകത്തുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയായാണ് നോമ്പ് പിടിക്കുന്നവർ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. നോമ്പ് എന്നാൽ സഹനമാണ്, സഹിഷ്ണുതയാണ്. ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി നോമ്പ് പിടിക്കുമ്പോൾ എൻ്റെ സഹോദരൻ അവൻ്റെ വിശപ്പടക്കുന്നതാണ് എനിക്ക് സന്തോഷം നൽകേണ്ടത്. നിങ്ങൾ എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കൂ, ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് കൂടി നോമ്പ് പിടിച്ചുകൊള്ളാം എന്നതാണ് വ്രതത്തിന്റെ അന്തസത്ത എന്ന് അരുൺകുമാർ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്നിൽ കുരുട്ടുബുദ്ധി ഉണ്ടെന്നും അത്തരം കുരുട്ടുബുദ്ധിയിൽ നമ്മൾ പോയി വീടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശ്രീകണ്ഠൻ നായരുടെ പേര് പറയാതെ തന്നെ അദ്ദേഹത്തിന്റെ നടപടിയെ നിശിതമായി വിമർശിക്കുകയായിരുന്നു അരുൺകുമാർ. ഈ വിവാദത്തിന് പിന്നിൽ ചാനലുകൾ തമ്മിലുള്ള കടുത്ത മത്സരം കൂടി ദൃശ്യമാണ്. നിലവിൽ ബാർക്ക് റേറ്റിംഗിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾക്കായി വലിയ പോരാട്ടമാണ് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും 24 ന്യൂസും തമ്മിൽ നടക്കുന്നത്. റിപ്പോർട്ടർ ടിവി റീലോഞ്ചിങ്ങിന് ശേഷം 24 ന്യൂസിനെ പിന്നിലാക്കി 2ാം സ്ഥാനത്തേക്ക് കുതിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ എതിർ ചാനലിലെ പ്രമുഖ വ്യക്തിത്വത്തിന്റെ വീഴ്ചകൾ ചർച്ചയാക്കുന്നത് സ്വാഭാവികമായ ഒരു നീക്കമായി മാറുന്നു. ശ്രീകണ്ഠൻ നായർ വർഷങ്ങളായി നിലനിർത്തിപ്പോന്ന ജനപിന്തുണയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ ഈ വിഷയം കൈകാര്യം ചെയ്തത്. മലയാള മാധ്യമ രംഗത്തെ 2 ശൈലികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായും ഇതിനെ കാണാൻ. വൈകാരികമായ സമീപനം സ്വീകരിക്കുന്ന ശ്രീകണ്ഠൻ നായരും കൂടുതൽ യുക്തിഭദ്രവും രാഷ്ട്രീയമായ സമീപനം സ്വീകരിക്കുന്ന അരുൺകുമാറും തമ്മിലുള്ള പോരാട്ടമായി ഇത് മാറി. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ 3 തരം അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. അദ്ദേഹം കാണിച്ചത് വിട്ടുവീഴ്ച മനോഭാവമാണെന്നും എല്ലാ മതങ്ങളെയും ആദരിക്കാനുള്ള അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണിതെന്നുമാണ് ഇവർ വാദിക്കുന്നത്. ശരിയായ മതേതരത്വം എന്നത് ഒരാളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ മാനിക്കലാണെന്നും അനാവശ്യമായ പ്രീണനങ്ങളും ജാഗ്രത കുറവും വർഗീയതയ്ക്ക് വഴി ഒരുക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു. തങ്ങളുടെ വ്രതത്തെ ആരും ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തരുതെന്നും മറ്റുള്ളവർ ചായ കുടിക്കുന്നത് നോമ്പിന് തടസ്സമല്ലെന്നും ഇവർ തറപ്പിച്ചു പറയുന്നു. ഒരു ചായക്കപ്പിൽ തുടങ്ങിയ വിവാദം കേരളത്തിലെ വാർത്താ അവതരണ രീതികളിലും സാമൂഹിക ബോധത്തിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള വലിയൊരു പാഠമാണ് നൽകുന്നത്. മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും എങ്ങനെ സമൂഹത്തിൽ പ്രതിഫലിക്കുമെന്ന് തിരിച്ചറിയണം. റേറ്റിംഗ് യുദ്ധങ്ങൾക്കിടയിൽ മതേതര മൂല്യങ്ങൾ ബലികഴിക്കപ്പെടരുത്. ശ്രീകണ്ഠൻ നായർ തന്റെ ജാഗ്രത കുറവ് തിരിച്ചറിയണമെന്നും അരുൺകുമാർ പറഞ്ഞതുപോലെ കുരുട്ടുബുദ്ധികളുടെ അജണ്ടകളിൽ പെട്ടുപോകാതെ യാഥാർത്ഥ്യങ്ങളെ മുറുകെ പിടിക്കണമെന്നുമാണ് ഈ സംഭവം നൽകുന്ന സന്ദേശം. ചായക്കപ്പ് മാറ്റുന്നത് മതേതരത്വമല്ല, മറിച്ച് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം.